അങ്ങനെ ഈ നാഗാലാൻഡിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആൾ എൻ്റെ ജൂനിയറായിരുന്നു. നമ്മൾ നല്ല കട്ട കമ്പനിയായിരുന്നു. അങ്ങനെ അവളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് എന്തായാലും അവിടെ കൊണ്ടു കൊടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെയായിരുന്നു ഡിമാൻഡ് കേട്ടോ. അപ്പോൾ പിന്നെയെന്ന് പറയാൻ കേക്ക് നമുക്ക് നല്ലപോലെ സ്കെച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറവാണ്, അങ്ങനെ സ്കെച്ച് ചെയ്ത് തരുന്ന ആൾക്കാർ കുറവാണ്. അതുപോലെ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പറ കേട്ടോ. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഒരു 1 kg റെഡ് വെൽവെറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ പറഞ്ഞ ഡിസൈനും കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ദെൻ അതിൽ റൈറ്റിങ്ങും കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കേക്ക് നമ്മൾ എല്ലാ കേക്കും ക്രം കോട്ട് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ ഡെക്കറേഷനിലേക്ക് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ക്രീം കൊണ്ട് ഫ്ലവേഴ്സ് വരയ്ക്കുക എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. മെനക്കെടാണ്. പിന്നെയെന്ന് പറയാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവർ തന്നെ വെക്കുന്നതാണ് കുറച്ചുകൂടെ ആർട്ടിഫിഷ്യലോ അല്ലെങ്കിൽ ഫ്രഷ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രീം കൊണ്ടുള്ള ഫ്ലവേഴ്സൊക്കെ കാണാനും നോക്കാനും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ എന്ത് ചെയ്യാനാ, കസ്റ്റമറുടെ ഡിമാൻഡല്ലേ, അപ്പം നമ്മൾ സ്വീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ക്രീം കൊണ്ട് ഫ്ലവേഴ്സൊക്കെ സെറ്റാക്കി വെച്ചു, റൈറ്റിങ്ങും കൊടുത്തു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ലുക്ക് ഉണ്ടാവില്ല. ഒന്നാമത് നമ്മൾ റൈറ്റും കൂടെ ചെയ്യുന്നത് കൊണ്ട് അതങ്ങനെ കേക്കിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ബീഡ്സ് ഷുഗർ ബോൾസ് ആ ഒരു ഫ്ലവറിൻ്റെ മിഡിലായിട്ട് കൊടുത്തു. ദെൻ ആ പിക്കിലുള്ള പോലെ തന്നെ നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയുള്ളൊരു കേക്ക് എന്ന് പറയാൻ നമ്മളുടെ ഫസ്റ്റ് കസ്റ്റമറാണ്. ആൾ അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് അത്രയൊരു എന്താ പറയുക, അവർ പ്രതീക്ഷിച്ച അത്രയൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഒരു അത്യാവശ്യം നല്ല വെറൈറ്റി കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കത് ലൈക്കായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർ ലൈക്കായത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ കറങ്ങി തരുന്ന ഈ ഒരു കേക്കിലേക്ക് എത്തി. ദെൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു എന്താ പറയുക, ഒരു ആളുടെ പിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യാമെന്ന് പറയാൻ എന്താ പറയുക, എഡിബിൾ പ്രിൻറ്റിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പം പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തു. ഒരു വെറൈറ്റി, ഇതും ഒരു വെറൈറ്റി ആണല്ലോ. ഓക്കെ, അപ്പോൾ കുറച്ച് ഫോക്സ് ബോൾസും പിന്നെ ആ ഒരു ലീഫും ദെൻ ബണ്ണി ടെയിൽ, കുറച്ച് ഷുഗർ ബോൾസ്, പിന്നെ റൈറ്റിംഗ് കൂടി കൊടുത്തിട്ട് ആ കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെയെന്ന് പറയാൻ ഈ ഒരു കേക്ക് വന്നിട്ട് നമ്മൾ 1 kg ഫെറോറോ റോച്ചറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് ചുരുക്കമാണ്, കിട്ടാറ് കുറവാണ്. അങ്ങനെ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെയുള്ള കേക്ക് എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് റിസപ്ഷന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ആളൊരു ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒതുക്കിയിട്ട് മാക്സിമം കുറച്ച് എലഗൻ്റായിട്ട് ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കേക്ക് നമ്മളൊരു 1.5 kg വരുന്ന വൈറ്റ് ഫോറസ്റ്റിലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ടോളാക്കിയിട്ടാണ് കേട്ടോ സെറ്റാക്കിയത്. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചു. ദെൻ അതിൽ അവർ കളേഴ്സ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു മെറൂണും വൈറ്റും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സും കാര്യങ്ങളും ആ ഒരു കളറിൽ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കേക്കിൽ പിന്നെ ഓവർ കളർ വേണ്ടാന്നുള്ളതിലാണ് നിന്ന്. അങ്ങനെ ഇത് ചെയ്തു. ഈ ഒരു ടോപ്പർ, ഇത് ചില ടൈമിൽ ഇത് എന്താ പറയുക, അതിലിങ്ങനെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് നമുക്ക് എന്താ പറയുക സ്പീഡിൽ നമുക്ക് അത് പറിച്ചെടുക്കാൻ പറ്റില്ല. ഒന്നാമെന്താ വെച്ചാൽ ആ ഒരു എന്താ പറയുക ടോപ്പറിൻ്റെ ഒരു ലെറ്റേഴ്സൊക്കെ വെച്ചാൽ അത്രയും തിന്നായിട്ടുള്ളൊരു ഇതാണ്. നല്ല തിന്നല്ല, എന്നാലും ചെറിയൊരു തിന്നാണ്. അപ്പം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ പിന്നെയെന്ന് പറയാൻ നമ്മൾ ഇങ്ങനത്തെ ജസ്റ്റ് മാരീഡ്, എൻഗേജ്ഡ് അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ വൈസാണ് നമ്മൾ വാങ്ങാറ്, അങ്ങനെ സ്റ്റോക്ക് ചെയ്യാറില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു കളറിലുള്ള ഫ്ലവേഴ്സും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലീഫും കൂടെ വെച്ചു. പിന്നെ ഞാൻ വെച്ച ഈ ഒരു ഇതില്ലേ കുറച്ച് മുകളിലേക്കുള്ളൊരു സംഭവം, ഒരു ലീഫിൻ്റെ ഒരു പാട്ടാണെന്ന് തോന്നുന്നു. അത് നല്ല രസമല്ലേ കാണാൻ. അതും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടോപ്പറും കൂടെ വെച്ചു. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ഒരു ഷുഗർ ബോളും കൂടെ വരണം. അപ്പോൾ അതും കൂടെ വന്നപ്പം കേക്കിൻ്റെ ലുക്കൊന്ന് ചെറുതായിട്ട് മാറിയില്ലേ. അപ്പം അങ്ങനെ അതും കൂടെ സെറ്റ് ചെയ്തിട്ട് ഇത് കുറച്ച് വലിയ ഷുഗർ ബോളാണ്. പിന്നെ നമ്മൾ ലാസ്റ്റിലേക്ക്
കുറച്ച് കുട്ടി കുട്ടി ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്തു കേട്ടോ. അപ്പം കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ചേളന്നൂർ എടക്കര അവിടേക്കാണ് കേട്ടോ കൊണ്ടുപോകേണ്ടത്. അങ്ങനെ അത് സെറ്റാക്കി. ഇനി നമ്മളുടെ നാഗാലാൻഡ് കേക്ക്, നാഗാലാൻഡിലേക്കുള്ള മഞ്ഞപ്പാലത്തേക്കാണ്. അങ്ങനെ നമ്മൾ ഡെലിവറിക്കായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് സംഭവം സെറ്റാക്കി നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പം റോഡ് ഇങ്ങനെയാണ്. എനിക്കറിയായിരുന്നു കേട്ടോ, പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചിരുന്നു ടാർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷേ അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി റോഡായിരുന്നു. അങ്ങനെ ഒന്നും നോക്കിയില്ല, നമ്മൾ ടോപ്പിലെത്തി. അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ മുകളിലേക്ക്. അതുവരെ അങ്ങനെ തന്നെ റോഡ് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഒന്നും പറ്റാതെ എത്തിക്ക് മുകളിൽ. ഇനി കേക്കിന് എന്തോ പറ്റിക്കുക എന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. അപ്പോൾ അതാണ് വീട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടക്കണം. അവിടെ ചെറിയൊരു പാറേൻ്റെ ഉറകമൊക്കെ ഉള്ള ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ വൈബ് പ്ലേസാണ്, നല്ല അത്യാവശ്യം നല്ലൊരു പ്ലേസാണ്. നമ്മൾ നടന്ന് അവിടേക്ക് എത്താറായി. പിന്നെയെന്ന് പറയാൻ ഇവിടെ എത്തിയാലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ അത്യാവശ്യം നല്ല ടോക്കറ്റീവാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക ഹാപ്പി പ്ലേസ് എന്ന് വേണമെങ്കിൽ അവിടെ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തി. ഇതാണ് വീട് കേട്ടോ. അവിടെയാണ് എൻ്റെ വണ്ടിയുള്ളത്. അങ്ങനെ സർപ്രൈസ് ചെയ്യാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പുറത്താരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പമ്മി നമ്മൾ അവിടെ എത്തി. വീട്ടിൽ കയറിയപ്പോൾ അച്ഛൻ ചെറിയൊരു പണിയിലായിരുന്നു. അമ്മ ടി വി കാണുകയാണ്. അങ്ങനെ നമ്മളെത്തി. ദെൻ കേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെന്നെ സമാധാനം. പിന്നെ ഇതാണ് അച്ഛന്. കയ്യിലുള്ള സംഭവങ്ങളെല്ലാം എനിക്ക് സ്വന്തമാണ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള കേക്ക് നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ടായിരുന്നല്ലോ. അപ്പോൾ അവരങ്ങോട്ട് പോകുന്നത് കൊണ്ട് അവരെ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.